പലപ്പോഴും ആൾക്കാർ ചോദിക്കാറുണ്ട്, എനിക്ക് മസിൽ ഇഞ്ചുറി ഉണ്ട്, തോളിലെ മസിൽ പൊട്ടി, എന്ത് ചെയ്യണം എന്നൊരു കോമൺ ക്വസ്റ്റ്യനാണ്. അപ്പം ചിലപ്പോൾ ഫോൺ വിളിച്ച ആൾക്കാർക്ക് അല്ലെങ്കിൽ മെസ്സേജ് ഇടും, ചിലപ്പോൾ ഒരു MRI റിപ്പോർട്ടായിരിക്കും നമുക്ക് തരുന്നത്, മസിൽ ഇഞ്ചുറി തോളിലുണ്ട്, എന്ത് ട്രീറ്റ്മെൻറ്റ് വേണ്ടേ. അപ്പം ഇങ്ങനെ അയക്കുന്നവരോടോ ചോദിക്കുന്നവരോടോ പറയാം, നമുക്ക് ആദ്യം ആളിൻ്റെ വയസ്സ്, ഏജ്, എന്ത് സംഭവിച്ചു എന്നറിയാതെ തോളിലെ മസിൽ ഇഞ്ചുറിക്ക് എന്ത് ചെയ്യണം എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം തോൾ മസിൽ ഇഞ്ചുറി അല്ലെങ്കിൽ റൊട്ടേറ്റർ കഫ് ടിയർ, ഇങ്ങനൊരു ബുദ്ധിമുട്ടിനെ പറ്റി ഇപ്പോൾ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഈ വരുന്ന പേഷ്യൻ്റ് നമുക്ക് പറയാം, പേഷ്യൻറ്റിന് എന്ത് ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് വന്നത്, അവരുടെ ഏജ് എന്താണ്, എത്രത്തോളം ടിയർ ഉണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം മസിൽ ഇഞ്ചുറി ഉണ്ട്, ഏതൊക്കെ മസിൽ ഇഞ്ചുറി ഉണ്ട്, അവരുടെ എക്സ്പെക്റ്റേഷൻസ് എന്താണ്, അങ്ങനെയൊക്കെ നോക്കിയാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് വെക്കുന്നത്. അപ്പം ഒരു ബ്രോഡ്ലി തോളിലെ മസിൽ ടിയറിന് എന്ത് ട്രീറ്റ്മെൻറ്റ് നമുക്ക് പറയാൻ ഭയങ്കര പാടായിരിക്കും. കാരണം ഞാൻ ഈ പറഞ്ഞ എല്ലാ വേരിയബിൾസും അനുസരിച്ച് ഇതിൻ്റെ പെർമിറ്റേഷൻ കോമ്പിനേഷൻ വെച്ച് ട്രീറ്റ്മെൻറ്റ് മാറാം. ഉദാഹരണമായി നമ്മളിപ്പോൾ ഒരു യങ് ആൾക്കാർ, ഒരു 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 അഡോളസെൻ്റ് അല്ലെങ്കിൽ യങ് മെയിൽ അല്ലെങ്കിൽ യങ് ഒരാൾ നമ്മുടെ അടുത്ത് വരുന്നു, പറയുന്നു, ഞാനൊന്ന് ഒരു കുഴപ്പമില്ലായിരുന്നു, ഞാനൊന്ന് കൈ കുത്തി വീണതിന് ശേഷം എനിക്ക് കൈ പൊങ്ങുന്നില്ല, അല്ലെങ്കിൽ വീണതിന് ശേഷം എനിക്ക് കൈക്ക് ചെറിയൊരു വീക്ക്നെസ് ഉണ്ട്, ചെറിയ പെയിൻ ഉണ്ട്, ഞാൻ എന്ത് ചെയ്യണം, ഇതായിരിക്കും ഇങ്ങനെ വരാം. അങ്ങനെ ഒരു സിനാരിയോ നമ്മൾ എടുക്കുവാണെങ്കിൽ നമ്മൾ അവരെ എക്സാമിൻ ചെയ്യുന്നു. അപ്പം പലപ്പോഴും ചെറിയൊരു കൺഫ്യൂഷനെ കാണുള്ളൂ. ചെറിയൊരു വീക്ക്നെസ് ഉണ്ടാവും, നമ്മൾ എക്സ്റേ എടുത്ത് നോക്കുക എന്തെങ്കിലും പൊട്ടലുണ്ടോ എന്ന്. എക്സ്റേ എടുത്ത് പൊട്ടലൊന്നും ഇല്ലെങ്കിൽ നമ്മളൊരു ചെറിയ റെസ്റ്റ്, ചെറിയ പെയിൻ റിലീഫിന് വേണ്ടിയുള്ള മെഡിസിൻസ്, ഐസ് ഒക്കെ കൊടുക്കും. എന്നിട്ട് ഇവരെ റിവ്യൂ ചെയ്യും. 1 വീക്ക്, 2 വീക്സ്, 3 വീക്സ് ഇംപ്രൂവ് ചെയ്തു പോവുകയാണ്. സ്ട്രെങ്തനിങ് വന്നാൽ പിന്നെ നമ്മൾ ഈ ഫിസിയോതെറാപ്പിയിലോട്ട് വിട്ട് മസിൽ സ്ട്രെങ്തനിങ് സ്റ്റാർട്ട് ചെയ്യും. അഡ്വാൻസ്ഡ് ഇമേജിങ്ങോ ഒന്നും വേണ്ടി വരാറില്ല. 99% നല്ല ബെറ്റർ ആയി പോകും. അപ്പോൾ അങ്ങനെയുള്ളത് ചതവുകൾ മാത്രമാണ്. ഈ ഇനീഷ്യൽ സ്റ്റേജിൽ വീക്ക്നെസ് ഒക്കെ ഉണ്ടായാണെങ്കിലും ഇവർ ഫിസിയോതെറാപ്പിയിലൂടെ ഇമ്പ്രൂവ് ചെയ്യും. ഇനി ഇതേ ഏജ് ഗ്രൂപ്പ് കുറച്ച് കാലം നമ്മൾ ഫിസിയോ ചെയ്തു, ഇനീഷ്യലി ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരുന്നു, പിന്നെ അവർക്ക് ആ പെർസിസ്റ്റൻറ്റ് പെയിൻ ഇരിക്കുന്നു, അവർക്ക് പഴയ പോലെ ഗെയിം കളിക്കാൻ പറ്റുന്നില്ല, പഴയ പോലെ ചെയ്യാൻ പറ്റുന്നില്ല, കാലക്രമേണ കൈ സ്റ്റിഫായി വരുന്നു. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അഡ്വാൻസ്ഡ് ഇമേജിലോട്ട് പോകും, MRI എടുക്കും. ഇപ്പം MRI നോർമലാണ്, ചെറിയ നീർക്കെട്ടുള്ളെങ്കിൽ എഗെയിൻ ഫിസിയോതെറാപ്പിയാണ്. MRIയിൽ ചിലപ്പോൾ നമ്മൾ ചെറിയ ടിയർ കാണാം. ഇതെല്ലാം ഞാൻ യങ് ഏജാണ് പറയുന്നത്. ഒരു പാർഷ്യൽ ടിയർ കാണാം. ഒരൊറ്റ മസിൽ, തോളിൻ്റെ മേളിൽ മാത്രമുള്ള മസിലായിരിക്കും ടിയർ. അപ്പോൾ പാർഷ്യൽ ടിയർ അതും പലപ്പോഴും ഫിസിയോതെറാപ്പിയും കൊണ്ട് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യും. എഗെയിൻ നമ്മൾ ഈ ഫിസിയോതെറാപ്പിയുടെ മോഡൽ മാറ്റിയിട്ട് പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ചെറിയ ഫിസിയോതെറാപ്പി ചെയ്യും, അവർ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യും. ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ നെക്സ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, അതായത് ഓർത്തോബയോളജിക്സ്. അപ്പം അവരോട് ഡിസ്കസ് ചെയ്ത് അവർക്ക് വേണമെങ്കിൽ ട്രയൽ ഓഫ് ഈ ഓർത്തോബയോളജിക്സ്, ചിലപ്പോൾ ഇഞ്ചക്ഷൻ ആയിരിക്കാം, ചില ന്യൂട്രീഷൻ സപ്ലിമെൻ്റ് ആയിരിക്കാം, അതെടുത്ത് നോക്കാം. നമുക്ക് ഇന്നും സയൻറ്റിഫിക് ഡേറ്റ ഇത് ഡെഫിനിറ്റീവ്ലി ഇതുകൊണ്ട് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് വി ആർ ലാക്കിങ് ഇൻ. പക്ഷേ ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന നല്ലൊരു പെർസെൻറ്റേജ് ആൾക്കാർക്കും ബെറ്റർ ആവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വി ഷുഡ് പ്രൊവൈഡ് ദം ആൻ ഓപ്പർച്യൂണിറ്റി. അപ്പം അത് വെച്ച് ട്രൈ ചെയ്യും. എന്നിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് ഇല്ലെങ്കിൽ മാത്രമേ നമ്മൾ എന്തെങ്കിലും സർജിക്കൽ ഇൻ്റർവെൻഷൻ വേണമെന്ന് നോക്കാറുള്ളൂ, പലപ്പോഴും വേണ്ടി വരാറില്ല. ഇനി തേർഡ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഇവരും യങ് ഏജ് ആണ്, കൈ കുത്തി വീണു, തോള് പൊങ്ങുന്നില്ല, പെയിൻ, ബലക്കുറവ്, നമ്മൾ റിവ്യൂ ചെയ്തു, 1 വീക്ക്, 2 വീക്ക്, 3 വീക്ക്, ആ എക്സ്റേയിലൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ആകുമ്പോൾ നമ്മൾ MRI എടുക്കും, കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ഇമേജിങ്ങിനകത്ത് ഒരു വലിയ മസിൽ ടിയർ ഉണ്ടെങ്കിൽ, യങ് ഏജ്, വീണ് മസിൽ ടിയർ ഉണ്ട്, കൈ പൊക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങനെ ഗ്രൂപ്പിന് എപ്പോഴും സർജിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ് ബെസ്റ്റ് ഓപ്ഷൻ. ഐഡിയലി, അതായത് നമുക്കിപ്പോൾ പഴയ പോലെ കൈ ഫങ്ഷൻ വേണം, ഒരു പ്രെഡിക്റ്റബിൾ ഔട്ട്കം വേണമെങ്കിൽ അങ്ങനെയുള്ളവർക്ക് പലപ്പോഴും കീ ഹോളായിട്ട് ഈ മസിൽ റിപ്പയർ ചെയ്ത് വെക്കാം. ഇപ്പോൾ നമ്മൾ ഈ പറയുന്നത് ഷോൾഡർ മസിൽ ടിയർ ഇൻ യങ് ആക്റ്റീവ് പേഴ്സൺ, അവർക്കൊരു ട്രോമ, വീണതിന് ശേഷം വന്ന ഇഞ്ചുറി. ഇനി വേറൊരു സിനാരിയോ, മിഡിൽ ഏജ് ടു എൽഡർലി, പെട്ടെന്ന് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു, വർക്കൗട്ട് ചെയ്യും, എല്ലാ കാര്യങ്ങളും ചെയ്യും, തോളിൽ ഒരു കുഴപ്പമില്ല, ചെറിയൊരു ട്രിവൽ ഒന്ന് കൈ ഒന്ന് വലിഞ്ഞു അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് വീണു, അതിനുശേഷം കൈ വേദന. എഗെയിൻ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ അവർ ചെറിയ മരുന്ന് കൊടുക്കും, ഫിസിയോതെറാപ്പി ചെയ്യും, ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ സ്കാൻ എടുത്ത് നോക്കും. ഇങ്ങനെ ഒരു ഏജ് ഗ്രൂപ്പിന് പലപ്പോഴും MRI എടുക്കുമ്പം പാർഷ്യൽ ടിയർ ഉണ്ടാകാം, ഒരു മസിൽ ഉണ്ടാകും, 2 മസിൽ ഉണ്ടാകും, ലേബറൽ ടിയർ ഉണ്ടാകും. എന്നിരുന്നാലും അവർക്കും ഫിസിയോതെറാപ്പിയാണ് മെയിൻ. അവർക്കൊരു ചെറിയ ഫിസിയോതെറാപ്പി മാറ്റി ചില പെർട്ടിക്കുലർ സ്ട്രെച്ചിങ്ങും ഒക്കെ ചെയ്ത് പിന്നെയാണ് സ്ട്രെങ്തനിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവർക്കും ഫിസിയോതെറാപ്പി മതി. ഈ പാർഷ്യൽ ടിയറിലും ഇൻ്റർവെൻഷൻ ഒന്നും വേണ്ടി വരില്ല. പക്ഷേ ഇങ്ങനെയുള്ള ഗ്രൂപ്പിന് പലപ്പോഴും ഇഞ്ചുറിക്ക് ശേഷം ഫ്രോസൺ ഷോൾഡർ വരും, സ്റ്റിഫ് ആവും ഷോൾഡർ.
അപ്പം പെയിൻ ഭയങ്കര കൂടുതൽ. അപ്പം നമ്മൾ എന്ത് പറഞ്ഞാലും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പാടാണ്. കാരണം പെയിൻ ഉണ്ട്, കിടന്നുറങ്ങാൻ പാടുണ്ട്, പഴയ പോലെ കൈ മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഫ്രോസൺ ഷോൾഡർ വന്നാൽ നമ്മൾ ചിലപ്പം എന്തെങ്കിലും ഒരു സിവിയർ പെയിൻ ആണ്, കോൺട്രാ ഇൻഡിക്കേഷൻ ഈ സ്റ്റിറോയിഡ്, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഓർത്തോബയോളജിസ്റ്റ് PRP ഇഞ്ചക്ഷൻ, അതല്ലെങ്കിൽ ചെറിയ ഹൈഡ്രോ ഡയലറ്റേഷൻ പോലെ ട്രീറ്റ്മെൻറ്റിൽ ഫ്രോസൺ ഷോൾഡർ ഇമ്പ്രൂവ് ചെയ്തിട്ട് ഫിസിയോതെറാപ്പിയാണ് വേണ്ടത്. പിന്നെ ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ കൈ കുത്തി വീഴുമ്പം മസിൽ ടിയർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. മസിൽ ടിയർ ഫുള്ളായിട്ടുണ്ടെങ്കിലും നല്ല മസിൽ ടിയർ ആണെങ്കിൽ വലുതാണെങ്കിലും ചിലപ്പോൾ നമ്മൾ സർജിക്കൽ ഇൻ്റർവെൻഷൻ വേണ്ടി വന്നേക്കാം. ഇതാണ് ഈ ഏജിനുള്ള ട്രീറ്റ്മെൻറ്റ്. ഷോൾഡർ ജോയിൻറ്റിൽ മൾട്ടിപ്പിൾ മസിൽസ് ഉണ്ട്. അപ്പോൾ ഒരേ ഫങ്ഷൻ, കൈ നേരെ പൊക്കുന്നത് തന്നെ മൾട്ടിപ്പിൾ മസിലിൻ്റെ കോമ്പിനേഷൻ ഓഫ് മൂവ്മെൻറ്റ്സ് ആണ്. അപ്പോൾ അതിനകത്ത് ഒരു പെർട്ടിക്കുലർ മസിൽ കീറിയാലും മറ്റു മസിലിൻ്റെ സ്ട്രെങ്ത് കൊണ്ട് കുറേയൊക്കെ പൊക്കാൻ പറ്റും. നമ്മൾ ക്ലിനിക്കലി എക്സാമിൻ ചെയ്യുമ്പോൾ അവർക്ക് ഒരിക്കലും സ്ട്രെങ്ത് ഉണ്ടാവില്ല, പക്ഷേ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ അവർ അഫക്റ്റ് ആവുന്നില്ല. അൺലെസ് അതർവൈസ് അവർ ഹൈ എൻഡ് ആക്ടിവിറ്റി, വെയിറ്റ് എടുക്കുക, അല്ലെങ്കിൽ ഹൈ എൻഡ് ഗെയിംസ് കളിക്കാൻ പോകുക, ഇങ്ങനൊന്നും പോയില്ലെങ്കിൽ അവരുടെ ആ മസിൽ ടിയർ എക്സ്പോസ്ഡ് ആവില്ല, അവർക്ക് ചെയ്യാൻ പറ്റും. ഓവർ എ പീരീഡ് ഓഫ് ടൈം ഈ മോസ്റ്റ് ഓഫ് ദ മസിൽ ടിയർ ഓവർ എ പീരീഡ് ഓഫ് ടൈം അത് വലുതാവും. ആ മസിൽ ടിയർ കൊണ്ട് സെക്കൻഡറി എഫക്റ്റ് ഉണ്ടാവും, വേറെ മസിൽ കീറാം, അല്ലെങ്കിൽ സെക്കൻഡറി പെയിൻ ഉണ്ടാവാം, ഒത്തിരിയും വർഷങ്ങളായ തേയ്മാനം ഉണ്ടാവും. അപ്പോൾ കാലക്രമേണ ആയിരിക്കും ചിലപ്പോൾ ഈ പെയിൻ വരുന്നത്. അപ്പോൾ ഒരു ലേറ്റ് പ്രസൻറ്റേഷൻ ആണെങ്കിൽ എഗെയിൻ നമുക്കിത് ഡെഫിനിറ്റ് മസിൽ ടിയർ അറിയണമെങ്കിൽ ഒന്നിൽ അൾട്രാസൗണ്ട് എടുക്കണം, അല്ലെങ്കിൽ MRI എടുക്കണം. ഇതിനകത്തൊരു മസിൽ ടിയർ ഉണ്ട്. എഗെയിൻ ട്രീറ്റ്മെൻറ്റ് ഡിപ്പെൻഡ്സ് ഓൺ നെക്സ്റ്റ് സ്റ്റേജ്. എന്താണ് എക്സ്പെക്റ്റേഷൻ? വർഷങ്ങളായി നിന്ന് കുറേ കാലങ്ങളായ ചില മസിൽ ടിയേഴ്സ് നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റില്ല. ഇറിപ്പയറബിൾ ടിയേഴ്സ് ഉണ്ട്, അതിനൊരു ഗൈഡ് ലൈൻസ് ഉണ്ട്. അപ്പം ഒരു പെർട്ടിക്കുലർ ഒരു ക്രൈറ്റീരിയക്ക് എബോൾ മസിൽ ശോഷിച്ചങ്ങ് പോയി കഴിഞ്ഞാലോ തിന്നായി പോയാലോ അത് റിട്രാക്ഷൻ എന്ന് പറയാം, റിട്രാക്ട് ചെയ്താലോ മൾട്ടിപ്പിൾ മസിൽ ടിയേഴ്സ് ഉണ്ടെങ്കിലോ ചിലപ്പോൾ നമുക്ക് റിപ്പയർ ചെയ്താലും എക്സ്പെക്റ്റഡ് റിസൾട്ട് കിട്ടണമെന്നില്ല, റിപ്പയർ ചെയ്യാൻ പറ്റണമെന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അവരോട് അത് പറയണം, ചിലപ്പോൾ റിപ്പയർ ചെയ്യാൻ പറ്റില്ല. ഇനി നമ്മുടെ എയിം അവർക്കൊരു ഫങ്ഷണൽ പെയിൻലെസ് ഷോൾഡറാണ്, പെയിനിൽ ഇല്ലാതൊരു തോളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മസിൽ ട്രാൻസ്ഫേഴ്സ് പറ്റാം. അപ്പം ഈ മസിൽ മാറ്റി വേറെ മസിൽ ട്രാൻസ്ഫർ ചെയ്യാം. ചിലപ്പം പാച്ച് നമ്മൾ ചെയ്യുന്നുണ്ട്, പാച്ച് തെറാപ്പി ഉണ്ട്. അപ്പം പറ്റുന്ന അത്ര ഏരിയയിൽ മസിൽ വെച്ച് അതിന് ബാക്കിയുള്ള ഏരിയയിൽ ഒരു പാച്ച് വെക്കാം. ഇതെല്ലാം സ്റ്റിൽ അണ്ടർ റിസർച്ച് ആണ്. നമ്മൾ മാർക്കറ്റിൽ വന്നിട്ട് അറൗണ്ട് 10 years പ്ലസ് ആയി, ഫോറിൻ ഡേറ്റ 15 years ഉണ്ടെങ്കിൽ സ്റ്റിൽ ഒരു ഡെഫിനറ്റ് ട്രീറ്റ്മെൻറ്റ് ആയില്ല, നമ്മൾ സ്റ്റിൽ വി ആർ സ്റ്റഡിങ്. അപ്പം അങ്ങനെ ഓപ്ഷൻസ് കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ബലൂൺ തെറാപ്പി അങ്ങനെയൊക്കെയാണ്. പിന്നെ കുറച്ച് ഏജ് ആയുള്ളവർ ചിലപ്പോൾ മസിൽ ടിയറൊക്കെ വന്ന് സെക്കൻഡറി ആർത്രൈറ്റിസ് ഒക്കെ വന്നാൽ, ആർത്രൈറ്റിസ് സ്റ്റേജിലായി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഇതൊക്കെ റിപ്പയർ ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല. നമ്മളതിന് അവർക്ക് ആ മൂവ്മെൻറ്റും തീരെ പറ്റുന്നില്ലെങ്കിൽ പെയിൻഫുൾ ആണെങ്കിലും ചിലപ്പോൾ നമ്മൾ റീപ്ലേസ്മെൻറ്റ് ലെവലിലോട്ടൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരും. അപ്പം നെഗ്ലക്റ്റഡ് ലോങ് ക്രോണിക് ഇഞ്ചുറീസ് ചിലപ്പോൾ നമ്മൾ ഈ കീ ഹോളായിട്ടോ ചെറിയ ട്രീറ്റ്മെൻറ്റിലോ തീർക്കണമെന്നില്ല, കുറച്ചൊരു ഹയർ ട്രീറ്റ്മെൻറ്റ് ആയിരിക്കും. അത് ഡിസ്കസ് ചെയ്യണം. കാരണം അത് ഓരോരുത്തരുടെ എക്സ്പെക്റ്റേഷൻസ് അനുസരിച്ചാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ്, അല്ല ഒരു ഡിഫിനിറ്റീവ് ഒരു ട്രീറ്റ്മെൻറ്റ് അല്ല. ഇത്രയും ഓപ്ഷൻസ് അവർ ചൂസ് ചെയ്യും, വിച്ച് ഇസ് ബെസ്റ്റ് ഫോർ ദം, നമ്മൾ സജസ്റ്റ് ചെയ്യും. ഒരു ഡ്രോബാക്ക് അല്ല, വൺ ഓഫ് ദി മെയിൻ ഡ്രോബാക്ക് ഇതിൻ്റെ എക്സ്പെൻസ് ആണ്. വൈ ഇറ്റ് ഈസ് സോ എക്സ്പെൻസീവ്? വൺ, ഇതിന് ഇതെല്ലാം ടെക്നോളജി ഡ്രിവൺ ആണ്. അപ്പം നമ്മൾ കീ ഹോളാണ്, നല്ല സ്കോപ്പ് വേണം, ഇൻസ്ട്രുമെൻറ്റേഷൻ കുറേ വേണം. അപ്പം അതൊരു ഹോസ്പിറ്റൽ ചാർജ് തന്നെ കൂടുതൽ. ഈ ഓരോ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ചാർജും ഡെഫിനറ്റ്ലി ദേ വിൽ ടേക്ക് ഫ്രം ദിസ്. സെക്കൻഡ്ലി, നമ്മളിത് റിപ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ആർ വെരി കോസ്റ്റ്ലി. അപ്പം ഇപ്പോൾ ചെറിയൊരു ആങ്കറൊക്കെ പറഞ്ഞ് ഈ 15,000 മുതൽ 30,000 40,000 രൂപ വരെയാണ് ഈ തയ്യലിൻ്റെ വില, ഒറ്റ തയ്യൽ. സോ ഇമാജിൻ. അപ്പം അങ്ങനെയാണിത് ഈ കോസ്റ്റ് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ആവുന്നത്. അത് ആഡ് ഓൺ ടു ദാറ്റ് നമ്മൾ ഈ പാച്ച് ഉപയോഗിക്കുകയാണ്, അതൊക്കെ ലാക്സ് ഓഫ് റുപ്പീസിൻ്റെ ആണ് ഇതിൻ്റെ കോസ്റ്റ് വരുന്നത്. അപ്പം അത് എയർലി സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് 9 or 7 അങ്ങനെ ഒരു ഇതുണ്ട്. അതുപോലെ എയർലി സ്റ്റേജ് ചിലപ്പോൾ ഒരെണ്ണം ഒക്കെ ചെറുതുണ്ടാവും. ഇതെല്ലാം ഈ മസിൽ ടിയറും ഓവർ എ പീരീഡ് ഓഫ് ടൈം വേഴ്സ് ആവും. അപ്പോൾ ഈ തുണി കീറുന്ന പോലെ കീറി തുടങ്ങി പിന്നെ വലുതാണ്. അപ്പം ചിലപ്പോൾ ആ എയർലി സ്റ്റേജിൽ നമ്മൾ ചെയ്താൽ 1-2 ചെയ്യാം. ഡ്യൂറേഷനും ക്രോണിസിറ്റി അനുസരിച്ച് നമ്മൾ ഇതിൻ്റെ റിപ്പയറിൻ്റെ കോസ്റ്റ് കൂടാം, ഇൻസ്ട്രുമെൻറ്റേഷൻ കൂടാം. അങ്ങനെയാണ് ഇതൊരു ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ കോസ്റ്റ്ലിയർ സർജറി. പലപ്പോഴും ആൾക്കാർ ചോദിക്കും നമുക്ക് ഹൗ വി ക്യാൻ പ്രിവെൻറ്റ് ദിസ്. പ്രിവെൻറ്റ് ചെയ്യാൻ നമുക്ക് എല്ലാം പ്രിവെൻറ്റ് ചെയ്യും. ഫോൾ ആരും വേണമെന്ന് വിചാരിച്ചല്ല വീഴുന്നത്, പക്ഷേ ഫോൾ പ്രിവെൻഷൻ പ്രോഗ്രാംസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പം ഗെയിം റിലേറ്റഡ് ആ മസിൽ ടേസ് ഉണ്ടാകുന്നു. ഓവർ ഹെഡ് അത്ലീറ്റ്സ്, ബാഡ്മിൻ്റൺ, വോളിബോൾ, ടെന്നീസിനെക്കാട്ട് കൂടുതൽ ഈ ബാഡ്മിൻ്റൺ, വോളിബോൾ ഇങ്ങനെയുള്ളവർക്ക് മസിൽ ടേസ് ഭയങ്കര കോമൺ ആണ്. അവർക്ക് ഈ
ഈ റിപ്പീറ്റഡ് ഓവർ യൂസ് ഇഞ്ചുറി ഉണ്ടാകുമ്പം ഈ എട്രീഷണൽ ടിയർ ചെറുതായിട്ട് ടിയർ ഉണ്ടായി വലിയ ടിയർ ഉണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മെയിൻറ്റെയിൻ യുവർ മസിൽ സ്ട്രെങ്ത്. പിന്നെ ഈ ഗെയിം ഫ്രീ ഇൻ്റർവൽ ഉണ്ട്. ഇപ്പം നമ്മൾ ഈ ബേസ്ബോൾ അങ്ങനത്തെ ഗെയിമിലൊക്കെ പിള്ളേർക്കൊക്കെ ആണെങ്കിൽ അവർ ഗെയിം ഫ്രീ ഇൻ്റർവൽ ഡെഫിനിറ്റ് ആണ്, ചെയ്യാൻ പാടില്ല, ഇത്ര നിന്ന് കൂടുതൽ കളിക്കാൻ പാടില്ല. അപ്പോൾ അവന് റിക്കവറിക്ക് ബോഡിക്ക് ടൈം കൊടുക്കാൻ വേണ്ടി അതുപോലെ നമ്മൾ ഗെയിം ഫ്രീ ഇൻ്റർവൽ എടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ മസിൽ സ്ട്രെങ്ത് മെയിൻറ്റെയിൻ ചെയ്യുക, അതിന് എക്സസൈസും ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ട്രെയിനറിനെ വെച്ച് സ്ട്രെങ്ത് മെയിൻറ്റെയിൻ ചെയ്യുക. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നെഗ്ലക്റ്റ് ചെയ്യാതെ എയർലി ഇവാലുവേറ്റ് ചെയ്യുക. അപ്പോൾ ബാഡ്മിൻ്റൺ പ്ലേസ് ഭയങ്കര കോമൺ ആണ്. അപ്പോൾ പലപ്പോഴും നമ്മുടെ അടുത്ത് വരുമ്പോഴത്തേക്ക് നല്ല ടിയർ ഉണ്ടാവും, പലർക്കും ഇൻ്റർവെൻഷൻ വേണ്ടി വരാറുണ്ട്. പിന്നെ ന്യൂട്രീഷൻ, മെയിൻറ്റെയിൻ യുവർ ന്യൂട്രീഷൻ. പിന്നെ ഇതിപ്പോൾ ഷോൾഡർ മാത്രമല്ലല്ലോ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു മെയിൻറ്റെയിൻ ചെയ്യണം നമ്മളെ ഫുൾ ഇതാണ്, നമ്മുടെ എജിലിറ്റി, നമ്മുടെ ന്യൂട്രീഷൻ, നമ്മുടെ ആക്ടിവിറ്റി, നമ്മുടെ മസിൽ മാസ്, വെയിറ്റ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്താണ് നമ്മൾ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആൻഡ് ഹെൽത്തി ലിവിങ് മെയിൻറ്റെയിൻ ചെയ്യും. എനിക്കൊരു മസിൽ ടിയർ ഉണ്ട്, ഞാൻ ഒരു മിഡിൽ ഏജ് യങ് 35 അല്ലെങ്കിൽ ഒരു 40 to 60 50 60 ആണ്. എനിക്കൊരു മസിൽ ടിയർ ഉണ്ട്, പക്ഷേ എനിക്ക് അവനവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഐ എം നോട്ട് പെർഫെക്റ്റ്, എനിക്ക് കയ്യിൽ നിന്ന് മേളിൽ സാധനം എടുക്കാൻ പാടുണ്ട്, പഴയ പോലെ ഗെയിം കളിക്കാൻ പറ്റുന്നില്ല, രാത്രി കിടക്കുമ്പോൾ ഒരു ചെറിയ വേദനകളൊക്കെ ഉണ്ട്, പക്ഷേ ഐ എം ഓക്കെ. എനിക്ക് സർജറി പേടിയാണ്, ഞാൻ ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും? ഓഫ് കോഴ്സ് ഇതൊരു ലൈഫ് സേവിങ് സർജറി ഒന്നും അല്ല. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഹാർട്ട് ഡിസീസ് ബ്ലോക്ക് ഇത് ചെയ്തില്ലേ അങ്ങനെയൊന്നും വരാനൊന്നും പോകുന്നില്ല. ഓഫ് കോഴ്സ് നമുക്ക് ഇപ്പോൾ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടോ ഈ പ്രോബ്ലംസ് പൊട്ടൻഷ്യലി ഇങ്ങനെ തന്നെ ഉണ്ടാവും. ഓവർ എ പീരീഡ് ഓഫ് ടൈം ഇത് വേഴ്സൺ ചെയ്യാം. അല്ലാതെ എനിക്ക് വേറെ കോംപ്ലിക്കേഷൻ വരുമോ? വേറെ കോംപ്ലിക്കേഷൻ നമ്മൾ ചോദിക്കുമ്പം മസിൽ ടിയേഴ്സ് ഉണ്ടാകുമ്പോൾ നമ്മളെ കൈ കറക്റ്റായിട്ട് പൊക്കാൻ പറ്റാത്തിട്ട് അബ്നോർമൽ ബയോമെക്കാനിക്സ്, കൈ എങ്ങനെയും പൊക്കിയല്ലേ വരുന്നത്, കാര്യങ്ങൾ ചെയ്യേണ്ടി. അപ്പോൾ അബ്നോർമൽ ബയോമെക്കാനിക്കൽ മൂവ്മെൻറ്റിൽ വിയർ ആൻഡ് ടിയർ വരുന്നതുകൊണ്ട് തേയ്മാനം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. തേയ്മാനം അസ്യൂനോ വരുമ്പം പെയിൻ വരാം പൊട്ടൻഷ്യലി, അതുപോലെ ഈ ലിമിറ്റേഷൻസ് കൂടാം. അപ്പം ഞാൻ അന്ന് സർജറി ചെയ്താൽ മതിയോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ക്രോണിക് ടിയേഴ്സ് നമുക്ക് എപ്പോഴും റിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ തേയ്മാനമായിരിക്കും നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. അല്ല ഇതൊരു ഡെഫിനിറ്റീവ് ഇതല്ല. നമുക്ക് ഒരു പ്രെഡിക്റ്റബിൾ രീതിയിൽ വി ഹാവ് ടു ഗോ ബാക്ക് ടു അവർ പ്രീവിയസ് ലെവൽ എന്നൊക്കെ പറഞ്ഞ് വരുമ്പോഴാണ് നമ്മൾ പലപ്പോഴും പ്രെഡിക്റ്റബിൾ ഓപ്ഷൻ സർജറിയാണ്. കാരണം എല്ലാത്തിനും അതിൻ്റെ കോംപ്ലിക്കേഷൻ ഉണ്ട്. ഇപ്പം മെഡിസിൻ ഇസ് നോട്ട് എ പെർഫെക്റ്റ് സയൻസ്. നമ്മളിപ്പം ഇത് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ വരാം. അപ്പം നമ്മൾ തീരുമാനിക്കുകയല്ല, നമുക്ക് പഴയ പോലെ പറഞ്ഞു ഐ എം വില്ലിങ് ടു ടേക്ക് ദ റിസ്ക് ബട്ട് ഐ സീ ദിസ് പൊട്ടൻഷ്യൽ ബെനിഫിറ്റ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും പലർക്കും നല്ലത്, എല്ലാവർക്കും അല്ല. ഇനിയൊരു നല്ലൊരു എൽഡർലി ഏജ് റിലേറ്റഡ് ആകുമ്പം പലപ്പോഴും ഉണ്ടാകുന്ന മസിൽ ടിയർ വീണോണ്ടല്ല, നമ്മൾ ഇൻസിഡൻ്റൽ ഫൈൻഡിങ് ആണ്. അവർക്ക് ഉണ്ടാകുന്നത് പ്രായത്തിനനുസരിച്ചുള്ള ടിയറാണ്. അതൊന്നും റിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് ഓൾട്ടർനേറ്റ് ഫിസിയോതെറാപ്പി മതി. കാരണം ദേ ആർ നോട്ട് ദാറ്റ് ഡിമാൻഡിങ്. അവരിപ്പം ഗെയിം കളിക്കാൻ പോകണമെന്നില്ല. അല്ലാതെ അങ്ങനൊരു നമ്മളിപ്പോൾ ചെറിയൊരു വേനയ്ക്ക് എടുത്തു നോക്കിയാൽ മസിൽ ടിയർ, അപ്പോൾ ഈ മസിൽ ടിയർ ആയിരിക്കുകയില്ല അവരുടെ ബുദ്ധിമുട്ടിൻ്റെ കാരണം. അതിന് ഓൾട്ടർനേറ്റ് തെറാപ്പി ഉണ്ട്, ഓൾട്ടർനേറ്റ് മസിൽ സ്ട്രെങ്തനിങ് പ്രോഗ്രാംസ് ഉണ്ട്, നമുക്ക് ഫംഗ്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പോൾ എല്ലാ ടിയറും റിപ്പയർ ചെയ്യണമെന്നില്ല, ചെയ്യാതിരുന്നാലും വലിയ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഓരോരുത്തർ ടൈലർ മെയ്ഡാണ്. അവരവരുടെ ബുദ്ധിമുട്ടും ഏജും ബാക്കി കാര്യങ്ങളും നോക്കിയിട്ടാണ് നമ്മൾ റിപ്പയർ ചെയ്യണോ, സർജിക്കൽ ഇൻ്റർവെൻഷൻ വേണോ, തെറാപ്പി മതിയോ, ഓൾട്ടർനേറ്റ് ട്രീറ്റ്മെൻറ്റ് മതിയോ എന്ന് നോക്കുന്നത്. പലർക്കും പെയിൻ ആണ് പ്രോബ്ലം. സോ അഡ്രസ് ദ പെയിൻ. പെയിൻ ആണ്, അല്ലാതെ അവർക്ക് വീക്ക്നെസ് അല്ല. നല്ലൊരു ശതമാനം ആൾക്കും പെയിൻ ആണ് പ്രോബ്ലം, എസ്പെഷ്യലി എൽഡർലി. അവരെ പെയിൻ നമ്മൾ അഡ്രസ്സ് ചെയ്താൽ മതി. അതിന് നമ്മൾ മരുന്ന് കൊണ്ടോ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് തെറാപ്പി കൊണ്ടോ ഇഞ്ചക്ഷൻ തെറാപ്പി കൊണ്ടോ പെയിൻ ഫിസിഷ്യനെ കൊണ്ടോ അങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യേണ്ടത്. ബുദ്ധിമുട്ടനുസരിച്ച് ട്രീറ്റ്മെൻറ്റ്. ഒത്തിരി വേരിയബിൾസ്, നമ്മുടെ ബോഡിയുടെ ഏജ്, നമ്മുടെ ഹീലിംഗ് പൊട്ടൻഷ്യൽ, അസോസിയേറ്റഡ് ഇഞ്ചുറി, എത്ര വലിയ ടിയർ ഉണ്ടായിരുന്നു, എത്രത്തോളം നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റി, അസോസിയേറ്റഡ് മസിൽ ടിയേഴ്സ് എന്തൊക്കെയുണ്ട്, അസുഖങ്ങൾ എന്തൊക്കെയുണ്ട് എന്നൊക്കെ ഇരിക്കും. പക്ഷെ ഗ്രോസ്ലി ഇത് പറയുന്നവർക്കെല്ലാം 4 to 6 weeks ഈ സർജറി കഴിഞ്ഞാൽ ഒരു ഇമ്മൊബിലൈസേഷൻ, ഈ മസിൽ റിപ്പയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചെറിയ എന്തെങ്കിലും ഒരു റെസ്റ്റ് വേണം, കൈസ്ലിംഗ് ഇമ്മൊബിലൈസർ എന്തെങ്കിലും വേണ്ടി ചെറിയ റെസ്റ്റ് വേണം. ഗ്രേഡഡ് ഫിസിയോതെറാപ്പി നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ആദ്യം ചെറിയ മൂവ്മെൻറ്റ്സ് ആയിരിക്കും, പതിയെ സ്ട്രെങ്തനിങ്ങിലോട്ട് സ്റ്റാർട്ട് ചെയ്യും. ഏകദേശം അവർ ഒരു അവനവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അറൗണ്ട് 3 months, അവനവൻ്റെ കാര്യം കഴിഞ്ഞാൽ വീട്ടിലെല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യാൻ 3 months വേണം. 6 weeks ചെയ്യുമ്പം റെസ്ട്രിക്ഷൻസ് ഇല്ല, പക്ഷേ 3 months ആവും. 6 months ആകുമ്പം ഓൾമോസ്റ്റ് ഫങ്ഷൻസ് വരും. പക്ഷെ പലർക്കും ഫുൾ ഫങ്ഷൻ വരാനും തിരിച്ചൊരു സ്പോർട്ടിംഗ് ഗെയിമിലോട്ട് പോകാനും 9 months to 1 year വരെ എടുക്കാറുണ്ട്. സർജറി എല്ലാം അനസ്തീഷ്യയിലാണ് ചെയ്യുന്നത്, അണ്ടർ അനസ്തീഷ്യയാണ്. അപ്പോൾ സർജറി ദേ വിൽ നോട്ട് ബി നോയിങ്. അണ്ടർ അനസ്തീഷ്യ മൾട്ടി മോഡൽ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ചിലപ്പോൾ നമ്മൾ ബ്ലോക്ക് വിത്ത് ജനറൽ അനസ്തീഷ്യ, അങ്ങനെയാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ്. അപ്പം പെയിൻ സർജിക്കൽ ടൈം പെയിൻ അവരറിയില്ല. സർജറിയിൽ നിന്ന് പുറത്ത് വന്ന് കഴിയുമ്പോൾ നമ്മൾ ഈ ബ്ലോക്ക് ഉണ്ടായത് ഇനീഷ്യലി പെയിൻ ഇല്ല. അപ്പോൾ ഈ പീരീഡ്, അപ്പോൾ അതായത് ബ്ലോക്കിൽ നിന്ന് വന്ന് തിരിച്ച് കമ്മിങ് ടു ദെയർ ബാക്ക് ടു ദെയർ നോർമലിലോട്ട് വരുമ്പം ആ ഒരു പീരീഡ് നമ്മൾ പെയിൻ കില്ലറൊക്കെ ഉപയോഗിക്കും. അപ്പോൾ ഇനീഷ്യലി പീരീഡ് കഴിഞ്ഞാൽ ദേ വിൽ ബിക്കം ബെറ്റർ, വലിയ പെയിൻ ഉണ്ടാവില്ല.
പക്ഷേ ദർ വിൽ ബി ഡെഫിനറ്റ്ലി സം പെയിൻ കുറച്ച് കാലത്തേക്ക് ഉണ്ട്. അത് നമ്മൾ മൾട്ടി മോഡൽ ട്രീറ്റ്മെൻറ്റിലൂടെ പെയിൻ കൺട്രോൾ ചെയ്യും. പക്ഷേ യൂഷ്വലി മെജോറിറ്റി 90% ആൾക്കാർക്കും ഒരു ഫസ്റ്റ് പോസ്റ്റ് ഓപ്പറേറ്റീവ് ഡേ കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ നിൽക്കേണ്ടി വരില്ല. സെക്കൻഡ് പോസ്റ്റ് ഓപ്പറേറ്റീവ് യൂഷ്വലി വീട്ടിൽ പോകാൻ പറ്റും. പെയിൻ കുറഞ്ഞിട്ടേ വീട്ടിൽ വിടുള്ളൂ. ആരും അങ്ങനെ റീ അഡ്മിഷൻ വരാറില്ല. ചെറിയൊരു പെയിൻ ഉണ്ടാവും, നമ്മളത് യൂഷ്വലി കണ്ടോളൂ. ചിലവർ 2 ദിവസം കഴിയുമ്പോൾ പെയിൻ കൂടും, അങ്ങനെയുള്ളവരെ മാത്രം. പക്ഷേ റെയറാണ്. എല്ലാ സർജറിക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ ആ കോംപ്ലിക്കേഷൻസ് പറയും. എല്ലാ സർജറി നമ്മളിപ്പോൾ വണ്ടിയിൽ രാത്രി എന്ന പോലെയാണ്. ഇപ്പോൾ നമ്മൾ പോയിന്റ് എ ടു പോയിന്റ് ബി പോകണം, പക്ഷേ ഹർത്താലുള്ള ദിവസമാണെങ്കിലും വണ്ടി ആക്സിഡൻ്റ് ആവാൻ സ്റ്റാറ്റിസ്റ്റിക്കലി ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് നമ്മുടെ കാര്യം നടക്കാം. അപ്പം നമ്മൾ ഈ റിസ്ക് എടുക്കുമ്പോൾ അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ്, നമ്മൾ ബെനിഫിറ്റും ഡ്രോബാക്സും നോക്കിയിട്ട്. അപ്പം നമ്മൾ ഡെഫിനറ്റ്ലി ബെനിഫിറ്റ്സ് ആണ് കൂടുതലെങ്കിലാണ് നമ്മൾ സർജറിക്ക് പോകുന്നത്. ഇനി എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് വരാം? ഏത് സർജറിയുടെ ഒരു കോംപ്ലിക്കേഷനാണ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ. അപ്പോൾ വേൾഡ് ഓവർ ദ ബെസ്റ്റ് സെൻറ്റേഴ്സ് ഇൻ ദ വേൾഡിൽ പോലും, ഏറ്റവും ബെസ്റ്റ് സെൻറ്റേഴ്സിൻ്റെ വേൾഡിലും ഏറ്റവും ഐഡിയൽ പാത്ത് വരുന്നത് പോലും ഇൻഫെക്ഷൻ ഉണ്ട്. ഇന്ന് മെഡിക്കൽ സയൻസിൻ്റെ, ഇപ്പോൾ സർജിക്കൽ സയൻസിൻ്റെ തന്നെ ഏറ്റവും ഒരു ചലഞ്ച് ഹൗ ടു റെഡ്യൂസ് ഇൻഫെക്ഷൻ ആണ്. പക്ഷെ നമ്മൾ സ്റ്റിൽ വി ഹാവ് നോട്ട് റീച്ച് 0. ഇപ്പോഴും നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ട്. അപ്പോൾ അതാണ് ഒരു കോംപ്ലിക്കേഷൻ. സ്റ്റാറ്റിസ്റ്റിക്സ് ലെവൽസ് കുറവാണ്, പക്ഷേ സ്റ്റിൽ ഇൻഫെക്ഷൻ. ഇപ്പം 0.01% ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ആർത്രോസ്കോപ്പിയിൽ ഓരോ ഏരിയയിലെ വെച്ച്, അതിലും കുറവായിരിക്കാം. പക്ഷേ ആ ഒരു റിസ്ക് ഉണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ റിസ്ക് സ്ട്രാറ്റിഫിക്കേഷനാണ്. ഡയബറ്റിക്സ് കൺട്രോൾ ചെയ്യുക, അങ്ങനെ മറ്റൊരു പോയിന്റിൽ നമ്മുടെ ദേഹത്ത് ഇൻഫെക്ഷൻ ഇല്ലായിരിക്കുക. ഇതൊക്കെയാണ് നമ്മൾ ഇൻഫെക്ഷൻ. പിന്നെ അനസ്തീഷ്യ റിലേറ്റഡ് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഹാർട്ട് പേഷ്യൻസ്, സ്ട്രോക്ക് ഉള്ള പേഷ്യൻസ്, അവർക്ക് നമുക്ക് ഇതൊരു റിലേറ്റീവ്ലി ഹൈപ്പോടെൻസീവ് അനസ്തീഷ്യയിൽ BP കുറച്ച് ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ അവരുടെ റിസ്ക് അസസ്മെൻ്റ് ഉണ്ട്. അപ്പോൾ റിസ്ക് സ്ട്രാറ്റിഫിക്കേഷൻ ചെയ്താണ് നമ്മൾ സർജറി വേണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. പിന്നെ പലർക്കും ചെയ്ത് കഴിയുമ്പോൾ പെയിൻഫുൾ ഷോൾഡർ, സ്റ്റിഫ് ഷോൾഡർ കുറേ കാലത്തേക്ക് വരാം. അതിന് അതിൻ്റേതായ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. പിന്നെ രണ്ടാമത് മസിൽ ടിയർ ഉണ്ടാകാം. ഇതൊക്കെയാണ് കോമൺ കോംപ്ലിക്കേഷൻസ്. നെർവ് ഇഞ്ചുറീസ്, എല്ലാ സർജിക്കലി, വെസൽ ഇഞ്ചുറി റെയറാണ്, പക്ഷേ ഇതൊക്കെ ഉണ്ടാകാം. പണ്ടത്തെ കാലത്ത് ഇതുപോലെ ഈ മസിൽ ടിയർ വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസും ഒക്കെ കുറവായിരുന്നു. പിന്നെ പലപ്പോഴും ഓപ്പൺ ഈസ് നോട്ട് എ ബാഡ്. ഈവൻ ഇനീഷ്യൽ സർജിക്കൽ ഡേറ്റ് ഓപ്പൺ ആയിട്ട് സർജറി ചെയ്യുന്നത്. അപ്പം കീ ഹോൾ വന്നേക്കുന്നത് അതിൻ്റെ ഡാമേജ് കുറയ്ക്കാനോ അല്ലെങ്കിൽ ചെറിയ ഹോളിൽ കൂടെ ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജ് മാത്രമല്ല, ഈ മുറിവ് ഉണങ്ങുന്ന അഡ്വാൻറ്റേജ് മാത്രമല്ല, ബെറ്റർ വിഷ്വലൈസേഷനാണ്. ബെറ്ററായിട്ട് കാണാൻ പറ്റും, ബെറ്ററായിട്ട് മസിൽ. ഇപ്പം ചില മസിൽ ടിയേഴ്സ് ഒക്കെ കീ ഹോളിലാണ് അത്രയും നല്ലതായിട്ട് കാണാൻ പറ്റും. ഇത്രയും നമുക്കത് റിലീസ് ചെയ്ത് കൊണ്ടുവരാനും നെർവ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനും കീ ഹോളിൽ പറ്റും. ഓപ്പണായിട്ട് പറ്റില്ല. അത്രയും ഡാമേജ്. ഓപ്പണിൽ ഒന്നിൽ കൂടുതൽ വലിയ ഓപ്പണിങ് ഉണ്ടാക്കേണ്ടി വരും. അതൊന്ന് കീ ഹോൾ. രണ്ടാമത് ഇൻസ്ട്രുമെൻറ്റേഷൻ. നമ്മൾ ഈ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ് നല്ല അഡ്വാൻസ് വന്നിട്ടുണ്ട്. അപ്പം പലപ്പോഴും നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റാത്ത സ്ഥലത്തിൽ റിലീസ് ചെയ്യാം, മസിലിനെ പിടിച്ചു കെട്ടാം. ബെറ്റർ സൂച്ചറി മെക്കാനിസം, ആങ്കേഴ്സ് ഒക്കെ വന്നു. ഇനി ന്യൂവർ ഒരു ഇത് വന്നിരിക്കുന്നത്, ഇടയ്ക്ക് നമ്മൾ ഞാൻ പറഞ്ഞ ബയോളജിക്കൽ ഓഗ്മെൻറ്റേഷൻ. അതായത് ഇത്രയും കാലമായിട്ട് ഈ റിസർച്ച് നടക്കുന്നത് എങ്ങനെ ഒരു പ്രെഡിക്റ്റബിൾ ഹീലിംഗ് ഉണ്ടാക്കാം. ഇപ്പം ഇഫ് യു ഗോ ഇൻ ടു റിസർച്ച്, റീടെയർ ഉണ്ട്. നമ്മൾ ഈ കൺസേൺ എടുക്കുമ്പോൾ തയ്ച്ചു വെച്ചത് ഇനിയും കീറാം. നോട്ട് സ്മോൾ, 20% എബവ് ആണ്. 1 year 2 year. അതായത് 10 പേര് ചെയ്ത 2 പേർക്കൊക്കെ അതിൽ കൂടുതൽ ആൾക്കാർക്ക് 1-2 വർഷം കഴിയുമ്പോൾ ടിയർ ഉണ്ടാവും. അവരത്രയും സിംറ്റമാറ്റിക് അല്ല, പക്ഷേ MR എടുക്കുമ്പോൾ ടിയർ ഉണ്ടാവും. അതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, എങ്ങനെ ഹീലിംഗ് ഉണ്ടാക്കാം, അങ്ങനെയാണ് ഓർത്തോബയോളജിക്സ്, PRP, അങ്ങനെ പുതിയ സാധനങ്ങൾ വന്ന് അത് സ്റ്റിൽ റിസർച്ചാണ്. പുതുതായിട്ട് വന്ന മറ്റൊരു ഇത് ആണ് നമുക്ക് ഈ പാച്ച് തെറാപ്പി. അതായത് പല തരത്തിലുണ്ട്. ആർട്ടിഫിഷ്യൽ പാച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്, അതുകൂടാതെ ബയോളജിക്കൽ പാച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബയോളജിക്കൽ ഈ പാച്ച് നമ്മൾ റിപ്പയർ ചെയ്തതിൻ്റെ മസിലിൻ്റെ മേളിൽ വെക്കുമ്പം അത് ഹീൽ ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാണ്. പിന്നെ റോബോട്ടിക്സ് ഇതുവരെ നമ്മൾ കീ ഹോളിൽ അത്ര ഷോൾഡറിൽ വന്നില്ല, നീയിൽ വന്ന് തുടങ്ങുന്നു. അതൊന്നും പക്ഷേ ഓവർ എ പീരീഡ് ഓഫ് ടൈം ഇട്ട് വരും. ഇപ്പോൾ കുറച്ചും കൂടെ വന്നേക്കുന്നത് നമുക്ക് മസിൽ ക്വാളിറ്റി അസസ് ചെയ്തിട്ട് റിപ്പയർ ചെയ്യാം. പിന്നെ അതുകൂടാതെ നമുക്ക് പ്രെഡിക്റ്റബിലിറ്റി നോക്കാം. പിന്നെ മസിൽ ട്രാൻസ്ഫേഴ്സ് വന്നിട്ടുണ്ട്. അതായത് ഈ ചില മസിൽ ഞാൻ പറഞ്ഞില്ല റിപ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് പകരം ഓൾട്ടർനേറ്റ് മസിൽ റിലീസ് ചെയ്തിട്ട് അതിന് നിയർ നോർമലായിട്ട്, ഒരിക്കലും നോർമൽ ആയിരിക്കില്ല, പക്ഷേ ഒട്ടും കൈ പൊക്കാത്തവർക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ഇല്ല, ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് അങ്ങനത്തെ പറയുന്നവർ അവർ മസിൽ ട്രാൻസ്ഫേഴ്സ് വെക്കുമ്പോൾ അവർക്ക് ക്വാളിറ്റി കൂടുന്നുണ്ട്. പിന്നെ സർജിക്കൽ ടെക്നിക്സ് ഒത്തിരി വലുതായില്ലെങ്കിലും നമുക്ക് ഇതുപോലത്തെ കുറച്ച് ഓപ്ഷൻസ് കൂടെ വന്നു. അല്ലാതെ ഈ ലൈഫ് ചേഞ്ചിങ് ഓപ്ഷൻസ് ഒന്നും വന്നില്ല. പിന്നെ ഒട്ടും റിപ്പയർ ചെയ്യാൻ പറ്റാത്ത ഡാമേജ് ആയ ജോയിൻസിന് റീപ്ലേസ്മെൻറ്റ് സർജറീസും കുറച്ച് ബെറ്റർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ തോളിലെ മസിൽ ടിയർ അല്ലെങ്കിൽ റൊട്ടേറ്റർ കഫ് മസിൽ ഇഞ്ചുറി അല്ലെങ്കിൽ റൊട്ടേറ്റർ കഫ് ടെൻഡൻ ടിയറിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഏജ്, പ്രായം, എന്തുകൊണ്ട് പറ്റി, എത്രത്തോളം ടിയർ ഉണ്ടെന്ന് അനുസരിച്ചായിരിക്കും ട്രീറ്റ്മെൻറ്റ്. അപ്പം എന്നിരുന്നാലും മെജോറിറ്റി ആൾക്കാർക്കും നല്ല ഫിസിയോതെറാപ്പിയും കൺസർവേറ്റീവ് മെഷേഴ്സും മതി. ചിലപ്പോൾ നമുക്ക് സർജിക്കൽ ഇൻ്റർവെൻഷൻ വേണ്ടി വന്നേക്കാം, പക്ഷെ അതിന് നല്ലതായ റിസൾട്ട് ഉണ്ട്. എവിടെയാണ് നമുക്ക് ആൾക്കാർ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നെഗ്ലക്റ്റ് ചെയ്യാതിരിക്കുക. ഇതൊരു ഫ്രോസൺ ഷോൾഡറാണ്, അല്ലെങ്കിൽ ഇതൊരു ഇമ്പിഞ്ച്മെൻ്റ് ആണ്, അല്ലെങ്കിൽ ചെറിയ തോളിൽ ചെറിയ പിടുത്തേ ഉള്ളൂ, അല്ലെങ്കിൽ തേയ്മാനമാണെന്ന് പറഞ്ഞ് നെഗ്ലക്റ്റ് ചെയ്യാതിരിക്കുക. ഇപ്പോഴും നമ്മുടെ കേരളം ഈ ഹെൽത്ത് അവയർനെസ് വളരെ മുന്നിലായിരുന്നിട്ടും ഇപ്പോഴും നമുക്ക് നല്ല വെൽ എഡ്യൂക്കേറ്റഡ്, വെൽ ടു ഡു ആൾക്കാർ ഡിലേഡ് പ്രസൻറ്റേഷൻ. അപ്പം ചിലവർ വന്ന് നമുക്ക് ഇറിപ്പയറബിൾ സ്റ്റേജിൽ പെയിൻഫുൾ ആയിട്ട് നമുക്ക് പെയിൻ മാത്രമേ ഇപ്പം ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അവരെ ആ ബേസിക് കണ്ടീഷൻ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം നമുക്കങ്ങനെ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ എയർലി ഒപ്പീനിയൻ എടുക്കുക, അത് മാത്രമേ ഉള്ളൂ. ഇപ്പം ഒരു ഒപ്പീനിയൻ പറഞ്ഞ ഒരു ഇൻ്റർവെൻഷൻ, ഒരു MRIയോ അല്ലെങ്കിൽ ഒരു എക്സ്റേയോ പറഞ്ഞാൽ അത് ചെയ്യുക, അല്ലെങ്കിൽ അൾട്രാസൗണ്ട് ചെയ്യുക, അത്രയും മാത്രം. അവയർനെസ് ഉണ്ട്, അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം ഇതെങ്ങനെ പോകുമെന്ന്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അപ്പം ഏത് ട്രീറ്റ്മെൻറ്റാണ്, അപ്പം അത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഒരു ഇഞ്ചുറി ഉണ്ടായിട്ട് അത് വെച്ചുകൊണ്ടിരുന്ന് വഷളാകാതിരിക്കുന്നതിലും ഭേദം ട്രീറ്റ്മെൻറ്റ് എടുക്കുക, അത് മാത്രമേ പറയാനുള്ളൂ.